ഫലാ യദ്കുറു അഹദുൻ അഹദാ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ നബിയിന റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ ഫഹൽ തദ്കുറൂന അഹ്ലീകും ഇന്ന യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ ഓർക്കാൻ അങ്ങേക്ക് സമയമുണ്ടാകുമോ നബിയേ? ഞങ്ങൾ അവിടുത്തെ പത്നിമാരാണല്ലോ, ഞങ്ങൾ അവിടുത്തെ പ്രിയതമയാണല്ലോ, അവിടുത്തെ എല്ലാമാണല്ലോ, അവിടുത്തേക്ക് വേണ്ടി റൊട്ടി ചുട്ടു തന്നവരാണല്ലോ, അവിടുത്തേക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവരാണല്ലോ, ഞങ്ങളെ കുറിച്ച് നാളെ ഓർക്കാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ നബിയിന റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ ആയിഷ നാളെ ആഖിറത്തിൽ നാളെ 3 സന്ദർഭങ്ങളിൽ അമ്മാ ഇൻദ സലാസതി മവാതിന ഫലാ യദ്കുറു അഹദുൻ അഹദാ, 3 സന്ദർഭങ്ങളിൽ ആയിഷ ഒരാളും മറ്റൊരാളെ കുറിച്ച് ഓർക്കാൻ കഴിയില്ല. ആയിഷ നബിയിന റസൂലുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതാണ് മഹ്ശറിന്റെ അവസ്ഥ. സ്വന്തം ഭാര്യയെ കുറിച്ച് ഓർക്കാൻ സമയമില്ല, പിന്നെ മറ്റുള്ളവനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? മഹല്ലു കമ്മിറ്റിക്കാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? മഹല്ലു ഉസ്താദിനെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഇ.പി. അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ കുറിച്ച് ഓർക്കാൻ പറ്റുമോ? ഇവിടെ ഇന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവര് മരിച്ചു പോകും. പക്ഷെ മരിച്ചു പോയി കഴിഞ്ഞിട്ട് ഇടികൊള്ളുന്ന ആരാണ്? നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആലിമീങ്ങളെല്ലാം നമ്മുടെ ആലിമീങ്ങളാണ്, മഹാന്മാരായ പണ്ഡിതന്മാരാണ്. ഒരുപക്ഷെ അവർ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ അവർ നമ്മൾ ഇഖ്തിലാഫ് ഉമ്മത്തി റഹ്മത്തുൻ നബീന റസൂലുള്ളാഹി തങ്ങൾ അവിടെയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ നേതാവ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി വഫാത്താകുന്ന സമയത്താണ് ഷാഫി ഇമാം ജനിക്കുന്നത്. ആ ഷാഫി ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാട്ടിൽ പോയപ്പോ ഖുനൂത്ത് ബഹിഷ്കരിച്ചു, ഖുനൂത്ത് ഒഴിവാക്കി. ഇസ്ലാമിന്ന് പുറത്തൊന്നും പോയില്ല ഷാഫി ഇമാം. ഇന്ന് ഖുനൂത്ത് ഓതിയില്ല, നിസ്കാരം ബാത്തിലായി പോയി. ഒരിക്കലും ബാത്തിലായില്ല. അതുകൊണ്ട് അബ്ആദ് സുന്നത്തിൽപ്പെട്ട കാര്യ ഈ ഖുനൂത്ത്. ഒരുപക്ഷെ ഖുനൂത്ത് ഇല്ലാതെ വിട്ടുപോയാലും നമസ്കാരം ഒന്നും ബാത്തിലാവില്ല. പക്ഷെ ഷാഫി ഇമാം റഹ്മഹുല്ലാഹ് അബൂ ഹനീഫ ഇമാമിനെ അവിടെ പിൻപറ്റുകയാണ്. മഹത്വം ആദരിച്ചു, ബഹുമാനിച്ചു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഷാഫി പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിന്റെ മഹത്വം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ സുബഹിക്ക് ഖുനൂത്ത് ഓതുമെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹനീഫ ഇമാമിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ മദ്ഹബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചു. ഖുനൂത്ത് ആ ദിവസം ഒഴിവാക്കി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവർക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. ഉലമാക്കൾക്കിടയിൽ ഇന്ന് ഷാഫി, ഇന്ന് ഹനഫി, ഇന്ന് ഹംബലി, ഇന്ന് മാലിക് മദ്ഹബുകളുണ്ട്. ഈ മദ്ഹബിനെ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല. ഈ മദ്ഹബിനെ സ്വീകരിക്കാതെ നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂല. ഈ നാലാലൊരു മദ്ഹബ് കൊണ്ടല്ലാതെ കണ്ട് നമുക്ക് ഒരമലും ചെയ്യാൻ പറ്റുകയില്ല. ഓരോ വ്യക്താക്കളും ഓരോ നാട്ടിലും ഓരോ മദ്ഹബിന്റെ ഉടമകൾ കാണും. ഒരുപക്ഷെ ഏറ്റവും ഭൂരിപക്ഷം കൂടുതലും ഹനഫി മദ്ഹബുകളായിരിക്കും എന്ന് തോന്നുന്നു. എന്റെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബുകളാണ്. അതേപോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവരാരും ഷാഫി ഇമാമോ ഹനഫി ഇമാമോ ഇവരൊക്കെ ചെറിയ ചെറിയ മസലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണെങ്കിൽ ഒരാളെ കുറിച്ചും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ, അവിടുത്തെ പിൻഗാമികളായ അവിടുത്തെ ശിഷ്യന്മാർ മറ്റൊരു പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയോ ചെയ്ത ചരിത്ര പാരമ്പര്യമില്ല. ഇതൊക്കെ ഇഖ്തിലാഫ്, അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. പക്ഷെ സാധാരണക്കാർ അതിനുവേണ്ടി കൊടിപിടിക്കാൻ നിൽക്കണ്ട, സാധാരണക്കാരൻ അതിനുവേണ്ടി ഒത്താശ പാടാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടത് ഐക്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കും, അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറും മെഹ്റാബും ലോകത്തെ മുസൽമാന് വേണ്ടി ഗർജിക്കുന്നു. നമ്മൾ അറിയുന്നുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഖത്തീബ് ഖുത്ബ പ്രഭാഷണം നടത്തി ആ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുസൽമാന് വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. ആര് ചെയ്യുന്നു? നമ്മളെല്ലാം ആമീൻ പറയുന്നു. എല്ലാ ഗ്രൂപ്പുകാരും ആമീൻ പറയുന്നു. എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഡി ഗ്രൂപ്പും എല്ലാം ആമീൻ ആമീൻ പറയുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് വഖാദിൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളും മെഹ്റാബുകളും ഗർജിക്കുകയല്ലേ? പരിശുദ്ധമായ കഅബയിലെ മിമ്പർ പോലും ഗർജിക്കുകയല്ലേ? മദീന പള്ളിയുടെ ഉമ്മറപ്പടി ഗർജിക്കുകയല്ലേ? അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്തുള്ള വിശ്വാസിനികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിം സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ.
പടച്ചവരെ ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റണമേ അല്ലാ. അല്ലാഹുവിനോട് മുസ്ലിം ലോകത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് ഓരോ മിമ്പറും ഓരോ മിഹ്റാബ്. അല്ലാഹുമ്മ അജിർനി, എന്നെ നീ സ്വർഗ്ഗത്തിലേക്ക് കയറ്റണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നല്ല ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അജിർനാ, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗ്ഗലോകത്തേക്ക് കയറ്റണമേ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വഅദ്ഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ്സലാം, പടച്ചവനെ ദാറുസ്സലാം എന്ന സ്വർഗ്ഗലോകത്തേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. പടച്ചവനെ സ്വർഗ്ഗലോകത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ പടച്ചവനെ എന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇമാമികൾ ദുആ ചെയ്യുമ്പോ നമ്മൾ ആമീൻ പറയുന്നില്ലേ? വഅദ്ഖിൽനൽ ജന്നത, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലേക്ക് കയറ്റണമേ അല്ലാ. ഓരോ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതുമ്പോ ലോകത്തെ മുസൽമാൻ അവന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹിയാത്ത് ഓതുമ്പോ ലോക മുസ്ലിമേ, നീ പള്ളിയിൽ നമസ്കരിച്ചാലും വീട്ടിൽ നമസ്കരിച്ചാലും നമ്മുടെ ഉമ്മ പെങ്ങന്മാര് വീട്ടിൽ നമസ്കരിച്ചാലും അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവരെ ഞങ്ങൾക്ക് നീ സമാധാനം നൽകണമേ. സാലിഹീങ്ങളായ ലോകത്തുള്ള നിന്റെ ദാസന്മാരുണ്ടല്ലോ, നിന്റെ ദാസിമാരുണ്ടല്ലോ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിലും മക്ക പള്ളിയിലും വെച്ച് ദുആ ചെയ്തുവെങ്കിൽ, അത്തഹിയാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പില്ലായിരുന്നു സഹോദരാ. ആരുടെ അന്ത്യമാണ് ശരിയാവുക, ആരുടെ അന്ത്യമാണ് മോശമാവുക, ആരുടെ അന്ത്യമാണ് രക്ഷപ്പെടുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല. ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ തബ്ബിത് ഖൽബി അലാ ദീനിക വ തഅതിക വ ഈമാനിക, പടച്ചവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലും നിന്റെ വെളിപ്പെടലിലും നിന്റെ താഅത്തിലും നിന്റെ വിശ്വാസത്തിലും ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഇന്ന് കഅബയിലേക്ക് പോകുമ്പോ, ഇന്ന് അറഫായിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ നിങ്ങൾ കൂടുതൽ ചെയ്യണമേ എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് ഈമാൻ പതറിപ്പോകാതിരിക്കാനാണത്. ഏതെങ്കിലും ഒന്ന് കാണുമ്പോ നമ്മുടെ ഈമാൻ മാറിപ്പോകാതിരിക്കാനാണത്. നാളെ മഹ്ശറാവൻ സഭയിലേക്ക് പോയാൽ നമ്മെ ഇവിടെ പിഴപ്പിച്ച ഒരാൾ പോലും ആഖിറത്തിൽ നമ്മെ സഹായിക്കാൻ കാണുകയില്ല. ദുനിയാവിൽ വെച്ച് പിഴപ്പിച്ച വർഗങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കുമത്രേ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീ. നാളെ മഹ്ശറയിൽ ഓരോരുത്തരും വിലപിക്കുന്ന രംഗമാണിത്. ഞാൻ നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഉപ്പയെ അവഗണിക്കുകയാണ്. എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും, എത്ര വലിയ സംഘമുണ്ടെങ്കിലും, എത്ര വലിയ രാഷ്ട്രീയക്കാരൻ, സ്വന്തം പിതാവിനെ ആരും അവഗണിക്കാറില്ല, സ്വന്തം ഉമ്മയെ ആരും അവഗണിക്കാറില്ല. സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ, നമ്മുടെ കരളിന്റെ കഷണങ്ങളുണ്ടല്ലോ. ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ. ഈ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം നമ്മൾ മറ്റാരോടും കാണിക്കാറില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ കുഞ്ഞുമക്കൾ നിങ്ങൾക്കെതിരെ നാളെ വരുമത്രേ, ഈ കുഞ്ഞുമക്കൾക്കെതിരെ നിങ്ങളും നാളെ മഹ്ശറിൽ വരുമത്രേ. ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ പോലെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും. അല്ലാ, എന്നെ എന്റെ മക്കളെ പ്രായച്ചിത്തം നൽകിയിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ. ഓരോ മനുഷ്യനും നാളെ മഹ്ശറിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വിലപിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വല
ولا يسأل حميم حميما ولا يسأل حميم حميما. ഇന്ന് ട്രിപ്പിൾ അടിച്ചിട്ട് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ, ബാല്യക്കാരാ, കൂട്ടുകാരാ, ഇന്ന് കോളേജുകളിൽ പോകുമ്പോ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? ഇന്ന് ഓരോ കൂട്ടുകാരും നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ നിന്റെ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ യാത്ര ചെയ്യുകയില്ല. ഉറങ്ങാൻ കിടക്കുമ്പോ ഉറ്റ സുഹൃത്തുമായിട്ടല്ലാതെ ഉറങ്ങാൻ കിടക്കുകയില്ല. ഭക്ഷണം കഴിക്കുമ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ഉറ്റ സുഹൃത്തിനെ കൂട്ടാതെ ഭക്ഷണം കഴിക്കുകയില്ല. സിനിമയ്ക്ക് പോയാലും ഉറ്റ സുഹൃത്തിനെ കൂട്ടാതെ സിനിമയ്ക്ക് പോവുകയില്ല. കളി കാണാൻ പോയാലും സീരിയല് കണ്ടാൽ, ക്രിക്കറ്റ് കളി കണ്ടാൽ, ഫുട്ബോൾ കളി കണ്ടാൽ, മതപ്രസംഗത്തിന് വന്നാൽ പോലും തന്റെ ഉറ്റ സുഹൃത്തില്ലാതെ ഈ യാത്രകളൊന്നും നീ ചെയ്യുകയില്ല എങ്കിൽ ഈ ഉറ്റ സുഹൃത്തുണ്ടല്ലോ നിനക്കെതിരെ നാളെ വരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. നാളെ മഹ്ശറ വൻസഭയിലെ ഭയാനകത നീ നേരിട്ട് കാണുമ്പോ വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരാളും തന്റെ അടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും ചോദിക്കുകയില്ലത്രേ. ദുനിയാവില് കൂട്ടുകാരനില്ലാതെ ഉറങ്ങാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, യാത്ര ചെയ്യാൻ പറ്റൂല. കൂട്ടുകാരൻ. നാളെ മഹ്ശറ വൻസഭയിൽ ഖുർആൻ പറയുകയാണ്, വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരാൾ മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കുകയില്ല. ഹമീം എന്ന് പറഞ്ഞാൽ സദീഖിന്റെ അർത്ഥമല്ല, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, രക്തത്തോട് ചേർന്ന കൂട്ടുകാരൻ, ഹൃദയത്തിന്റെ തുടിപ്പായ കൂട്ടുകാരൻ, കരളിന്റെ കഷണമായ കൂട്ടുകാരൻ, ഉറക്കത്തിലും വെളിച്ചത്തിലും ഉണർവിലുമെല്ലാം തന്നോടൊപ്പമുള്ള ആത്മാർത്ഥ സുഹൃത്ത്. ഈ ആത്മാർത്ഥ സുഹൃത്തിനെ അല്ലാഹു നാളെ കൊണ്ടുവന്ന് കാണിക്കും. യുബസ്സറൂനഹും, ഇതല്ലേ നിന്റെ കൂട്ടുകാരൻ, ഇവനല്ലേ നിന്നെ പിഴപ്പിച്ചത്, ഇവനല്ലേ നിന്നെ വഴികേടിലേക്ക് നയിച്ചത്, അതുകൊണ്ട് നീ അവനോട് ചോദിക്കൂ എന്ന് നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അല്ലാഹു ഈ ആത്മാർത്ഥ സുഹൃത്തിനെ നമ്മുടെ മുന്നിൽ കാണിക്കുമ്പോ ഇവൻ പറയുകയാണ്, വലാ യസ്അലു ഹമീമുൻ ഹമീമാ, എനിക്ക് കാണണ്ട അല്ലാ, എനിക്ക് കാണണ്ട അല്ലാ, എനിക്ക് ഇവനെ കുറിച്ച് അറിയണ്ട അല്ലാ. പിന്നെ എന്താണ് ഇവന്റെ വിളിയാളം, എന്താണ് ഇവന്റെ നിലവിളി? യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഭയാനകത നിറഞ്ഞ ഈ മഹ്ശറ വൻസഭയിൽ പടച്ചവരെ എനിക്ക് എന്റെ കൂട്ടുകാരനെ കുറിച്ച് അറിയണ്ട അല്ലാ, എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കുറിച്ച് അറിയണ്ട അല്ലാ, എന്റെ സംഘത്തിൽപ്പെട്ട എന്റെ ഗ്രൂപ്പിൽപ്പെട്ട കൂട്ടുകാരെ എനിക്കറിയണ്ട അല്ലാ. എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഞാൻ വീണുപോയി പടച്ചവനെ, ഞാൻ പെട്ടുപോയി അല്ലാഹുവേ. ആരെല്ലാം പറഞ്ഞിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല അല്ലാ. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. തന്റെ പൊന്നുമോൻ, തന്റെ ബീജത്തിൽ ജനിച്ച പൊന്നുമോൾ 15 വർഷം കഴിഞ്ഞിട്ടാണ് അല്ലാഹു ഒരു കുഞ്ഞിനെ ഒരാൾക്ക് നൽകി എന്നിരിക്കട്ടെ. ആ പൊന്നുമോനോട് എത്രത്തോളം സ്നേഹമായിരിക്കും മാതാപിതാക്കൾ കാണിക്കുന്നതെങ്കിൽ ആ പൊന്നുമോനെ എടുത്തിട്ട് റബ്ബിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ട് പറയും, അല്ലാഹുവേ എന്റെ പൊന്നുമോനാണിത്, ഈ പൊന്നുമോനെ നിനക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യാമല്ല, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത്, മക്കളോട് നമുക്ക് എന്ത് സ്നേഹമായുള്ളത്. ഓരോ മനുഷ്യനും നാളെ വിലപിക്കുകയാണ്, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ. എന്റെ മകനെ നിനക്ക് തരാമല്ലാ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. വസാഹിബതിഹി,
എന്റെ കൂടെ കിടന്ന എന്റെ ഭാര്യയെ നിനക്ക് പ്രായച്ചിത്തമായി നൽകാൻ പടച്ചവനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വന്തം ഭാര്യമാരോട് എന്ത് സ്നേഹമാ നമുക്കുള്ളത്. നമ്മുടെ തുണയല്ലേ അവൾ, നമ്മുടെ ഇണയല്ലേ അവൾ, നമ്മുടെ തണലല്ലേ അവൾ, നമ്മുടെ എല്ലാമല്ലേ അവൾ. നമുക്ക് വേണ്ടി രാത്രി പ്രതീക്ഷിച്ചിരിക്കുന്നവൾ നമ്മുടെ ഭാര്യയല്ലേ. നമുക്ക് വേണ്ടി വിരിപ്പ് വിരിച്ചു തരുന്നവൾ അവളല്ലേ. നമ്മുടെ ശാരീരിക വികാര വിചാരങ്ങൾക്ക് പൂർത്തീകരണം നമ്മുടെ പൊന്നല്ലേ. ഈ പൊന്നായ നമ്മുടെ പ്രിയതമ പോലും നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ അവളെ സമർപ്പിച്ചിട്ട് ഓരോ അഹങ്കാരികളും പറയും, പടച്ചവനെ പടച്ചവനെ എന്റെ ഭാര്യയെ നിനക്ക് പ്രായച്ചിത്തം നൽകാമല്ലാ, എന്നെ ഈ ഭയാനകത നിറഞ്ഞ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. മതിയായില്ല എങ്കിൽ വാഹി എന്റെ സഹോദരനെ നിനക്ക് ഞാൻ നൽകാമല്ലാ. മതിയായില്ല എങ്കിൽ എനിക്ക് അഭയം നൽകിയ എന്റെ ഉപ്പയുണ്ടല്ലോ, എന്റെ ഉമ്മയുണ്ടല്ലോ, എനിക്ക് അഭയം നൽകിയ എന്റെ രക്ഷകർത്താക്കളുണ്ടല്ലോ, എന്റെ കാരണവന്മാരുണ്ടല്ലോ. അല്ലാഹുവേ അല്ലാഹുവേ അവരെ നിനക്ക് ഞാൻ പ്രായച്ചിത്തം നൽകാമല്ലാ. എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. മാശറ വൻസഭയിൽ ഓരോ മനുഷ്യനും വിലപിക്കുന്ന വിലാപമാണിത്. ഖുർആനാണ് ഈ പറയുന്നത്. ഏത് ഉസ്താദമാരോട് വേണമെങ്കിലും ചോദിച്ചോ, എനിക്ക് പ്രത്യേകമായ ഒരു ആശയമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം മാത്രമാണ്. ഏത് ഗ്രൂപ്പുകാരായ ഉസ്താദുമാരോടും ഈ ആയത്തെടുത്തിട്ട് ചോദിക്കണം, അബൂബക്കർ വന്ന് പറഞ്ഞത് ശരിയാണോ അതല്ല തെറ്റാണോ? തഫ്സീറുകൾ നിരത്തി നോക്കിക്കോ. ഈ ദുനിയാവിൽ നമ്മൾ ഏതിനോടാണോ സ്നേഹം കാണിക്കുന്നത്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനോട് താല്പര്യം കാട്ടിയിട്ട് സാദിക്കളായ പണ്ഡിതന്മാരെയോ മഹത്തുക്കളെയോ സാധാരണക്കാരെയോ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയല്ലേ. നാളെ ആഖിറത്തിൽ പോയി നമ്മൾ വിലപിക്കുമ്പോ, ആഖിറത്തിൽ പോയി വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ സ്വന്തം ഉമ്മയെ തരാമല്ല, സ്വന്തം ഉപ്പയെ തരാമല്ല, സ്വന്തം ഭാര്യയെ തരാമല്ല, സ്വന്തം മക്കളെ തരാമല്ല എന്ന് നാ റബ്ബിനോട് പറയുമ്പോ അള്ളാന്റെ മറുപടി എന്തെന്നറിയുമോ? കല്ലാ ഇന്നഹാ ലളാ, ഇല്ലടാ ഇല്ലടാ സാധ്യമല്ലടാ. ദുനിയാവിൽ വെച്ച ആ സമയം കഴിഞ്ഞു പോയടോ, ഇനി സാധ്യമല്ല. ഏറ്റവും കൂടുതൽ ചോടുള്ള കത്തിയെരിയുന്ന അഗ്നികുണ്ഡാരമായ ലളാ എന്ന നരകം നിനക്ക് വേണ്ടി പ്രതീക്ഷിക്കുകയാ. അതുകൊണ്ട് നീ അങ്ങോട്ട് പോയിക്കോ, നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ അവകാശമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഈമാനിനെ അല്ലാഹു നിലനിർത്തട്ടെ, അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. എന്താണ് ആരുടെ ആഖിബത്ത്, എവിടെയാ രക്ഷപ്പെടുക നമുക്കറിയാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് രക്ഷ വേണം. നമ്മൾ ആരെയും കളിയാക്കാനോ പരിഹസിക്കാനോ നമ്മൾ പോണ്ട. നമുക്ക് ഐക്യം, നമ്മുടെ ജമാഅത്ത് ഏത് ജമാഅത്താണോ ആ ജമാഅത്തിന്റെ ഐക്യവും അതിന്റെ സാഹോദര്യവും നിലനിർത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഏത് ജമാഅത്തെങ്കിലും റാഹത്തായി എല്ലാ ഹൈറുകളും ഉണ്ടാവും ആ ജമാഅത്ത്. ഇല്ല ഒരാളെ കളിയാക്കിയാൽ എന്താ സംഭവിക്കുക? ഒരു ഹദീസോടെ ഒന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ നിർത്താൻ പോവാണ്. കാരണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പ്രസംഗത്തിന് പോകണം. 9 മണിക്ക് അവിടെ തുടങ്ങുന്നതാ. ഞാനിപ്പോ ഇവിടെ 9 മണിക്ക് പോയാലും അവിടെ എത്തിയിട്ടാണ്. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്? സ്വഹാബത്തെ അതദറൂന മൽ മുഫ്ലിസ്? ആരാണ് ഒന്നുമില്ലാത്തവനെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബത്തെ? ആരാണ് ഒന്നുമില്ലാത്തവൻ? ഒന്നുമില്ലാത്തവൻ ആരാ? ഉടനെ സ്വഹാബത്ത് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ. ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ നബിയെ, ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ ദിർഹമോ ദിനാറുകളോ മറ്റു വിഭവങ്ങളോ ഇല്ലാത്തവനാണ്. അവനാണ് ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ. ദിർഹമില്ല, നമ്മൾ അങ്ങനെയാണല്ലോ. ഇവിടെ ഇപ്പൊ ഒന്നുമില്ലാത്തവനാരാ? APL കാർഡ്, BPL കാർഡ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. BPL കാർഡിന് ഒരുപാട് ആനുകൂല്യങ്ങളാണ്. അവരാ എല്ലാം ഉള്ളവർ. APL കാരന് ഒന്നുമില്ല. അപ്പൊ തിരിച്ചു വെക്കണം ഈ സാധനം. APL-ഉം BPL-ഉം. BPL എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള വർഗ്ഗക്കാരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇന്ന് ഗവൺമെന്റ് തലത്തിൽ, സർക്കാർ തലത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ഉള്ളത്. APL കാരനുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ആരാ ഉയർന്നു നിൽക്കുന്ന? ആരാ? BPL കാരനാണ്.
ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാലും മെഡിക്കൽ കോളേജിൽ പോയാലും പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയാലും ബാങ്കിൽ പോയാലും ഏത് ബലാ മുസീബത്തിൽ പോയാലും ഈ സാധനം കാണിച്ചു കഴിഞ്ഞാൽ അവനും എല്ലാം ഓക്കെ. APL-കാരൻ അങ്ങോട്ടോട് ഇങ്ങോട്ടോട് അവിടുത്തെ കൊണ്ടുപോയി ഇവിടുത്തെ കൊണ്ടുപോയി അവിടുന്ന് കൊണ്ടുവിടുന്നു ഇങ്ങനെ തരംതിരിച്ച്. അപ്പൊ ഉയർന്നവനാരാ? VPL-കാരൻ തന്നെ. നമ്മൾ APL അല്ല, വേസ്റ്റ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ പറയും ആരാ ഒന്നുമില്ലാത്തവൻ അത് VPL-കാരനാ, റേഷൻ അരി തിന്നിട്ട് ജീവിക്കുന്നവനാണ്. ബാക്കിയുള്ളവരെല്ലാം മോട്ടോർ റൈസ് തിന്നുമ്പോ ഇവ സാധാരണ നൈസ് റൈസ് തിന്നിട്ട് ജീവിക്കുന്നവനാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല, APL-കാരനും BPL-കാരനും ഇല്ലാത്തവനൊന്നും അല്ല. ഒന്നുമില്ലാത്തവൻ ആരെന്നറിയോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ, നമ്മുടെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ, പരിശുദ്ധ പ്രവാചകന്റെ അനുയായികളായ മുസ്ലിം സമുദായമേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്. ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ പവിഴമാണ്, മാണിക്യമാണ്. പെറുക്കിയെടുക്കണേ. അത് നിരാശയോടെ, അത് നിസാരതയോടെ കാണല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മദീന പള്ളിയിലെ ഉമ്മറപ്പടിയിലിരുന്ന് സഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ, നമ്മളിൽ ആരാണ് ദരിദ്രനെന്നറിയുവോ സഹാബത്തെ? യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരികയാണ്, ബിസ്വലാത്തിൻ, നമസ്കാരവുമായി, വസകാത്തിൻ, സകാത്തുമായി, വസിയാമിൻ, നോമ്പുമായി, വസദഖത്തിൻ, ദാനധർമ്മങ്ങളുമായി, വഹജ്ജിൻ, ഹജ്ജുമായി, റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള ആവേശത്തോടെ, സ്വർഗത്തിലേക്ക് പോകാമെന്നുള്ള വ്യാമോഹത്തോടെ അവന്റെ ഓരോ നമസ്കാരങ്ങളുമായി, തഹജ്ജുദ് നമസ്കാരങ്ങളുമായി, ഇശ്റാഖ് നമസ്കാരങ്ങളുമായി, ദുഹാ നമസ്കാരങ്ങളുമായി, സുന്നത്ത് നമസ്കാരങ്ങളുമായി നേരെ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവേ, ഈ നമസ്കാരം നീ സ്വീകരിച്ചിട്ട് എന്നെ സ്വർഗത്തിലേക്ക് കയറ്റണമേ. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഒരുപാട് പേർക്ക് നോമ്പ് തുറപ്പിച്ചവരാണ്, ഒരുപാട് പേർക്ക് വെള്ളം വാങ്ങിക്കൊടുത്തവരാണ്, ഒരുപാട് പേർക്ക് കാരക്ക സമ്മാനിച്ചവരാണ്. എത്രയെത്ര രാപകലുകൾ അല്ലാഹുവിന് വേണ്ടി സജീവമാക്കിയതാണ്. തന്റെ ജീവിതത്തിന്റെ എത്രയോ വർഷങ്ങളിൽ ഓർമ്മയുള്ള സമയത്ത് പോലും നോമ്പ് പിടിച്ചിട്ട് മരിക്കുന്നത് വരെ നോമ്പ് വിടാതെ പരിപൂർണമായി റമളാനിന്റെ രാപകലുകളെ സജീവമാക്കിയവനാണ്. അവനാ നോമ്പുമായി റബ്ബിന്റെ കോടതിയിലേക്ക് വരികയാ. വർഷങ്ങളായി സമ്പാദിച്ച് സ്വരൂപിച്ചു കൂട്ടിയ പണം അതെല്ലാം ശേഖരിച്ചു വെച്ച് ഹജ്ജിന് പോയ സഹോദരനാണ്. ത്യാഗത്തോടുകൂടി ഹജ്ജ് ചെയ്ത് ആ ഹജ്ജുമായി റബ്ബിന്റെ കോടതിയിലേക്ക് അതാ കടന്നു വരികയാ. തന്റെ കൈവശം കിട്ടുന്ന ചെറിയ ചെറിയ പൈസകൾ സാദിഖുകൾക്ക് വേണ്ടി സദഖകൾ ചെയ്തവനാണ്. ആ സദഖകൾ മുഴുവനുമായി റബ്ബിന്റെ കോടതിയിലേക്ക് അതാ കടന്നു വരികയാ. എത്രയെത്ര സമയം കിട്ടിയാലും, പള്ളിയിൽ പോയിരുന്നായാലും, വീട്ടിൽ പോയിരുന്നായാലും ഖുർആൻ പാരായണം നടത്തിയിട്ട് ഒരുപാട് ഖത്തം ഓതി തീർത്തവനാണ്. 100-ലേറെ ഖത്തം തീർത്തവരുണ്ട്, 50-ലേറെ ഖത്തം തീർത്തവരുണ്ട്, 1-ലേറെ ഖത്തം തീർത്തവരുണ്ട്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം ഖത്തം തീർക്കുന്ന സഹോദരങ്ങൾ പോലുമുണ്ട്. ഈ ഖുർആന്റെ ഓത്തുമായി നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരികയാ. ഇവരെല്ലാം ഈ നന്മകളുമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരും. ഇതെല്ലാം ഇങ്ങനെ കാണിച്ചിട്ടൊന്ന് സ്വർഗത്തിൽ കടക്കാമല്ലോ എന്ന ബോധിയിൽ ഇങ്ങനെ വരുമ്പോ അല്ലാഹ് ഇതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യും, ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് എൻ്റർ ചെയ്ത് സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമ്പോ ഉണ്ടടാ ആ സാധനത്തിനകത്തൂടെ കയറുമ്പോ കിണുക്കോ എന്നൊരു സൗണ്ട്. എല്ലാം കേറുമ്പോ എല്ലാ ഫ്ലൈറ്റിൽ എത്താറാകുമ്പോ ഒരു സൗണ്ട് ഉടനെ എന്റെ ഷൂര്, പാൻറ്റൂര്, ഷർട്ടൂര്, അതൂര്, ഇതൂര്, മൊത്തം ഊര് മുഴുവനെ നിർത്താം. കാരണം ഈ സൗണ്ട് കേൾക്കുന്നത് എവിടുന്ന് വരുന്നതാണ്. സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ അതാ തനിക്കെതിരായിട്ടൊരു കൂട്ടർ കടന്നു വരികയാണ്. ഇത്തരത്തോളം ഇബാദത്തുകളുമായി റബ്ബിന്റെ കോടതിയിലേക്ക് എത്തിയവന്റെ അരികിലേക്ക് അതാ ഒരു കൂട്ടർ കടന്നു വന്നിട്ട് പറയുകയാണ്, വയതീമൻ ഖദ് ശതമ ഹാദാ വളറബ ഹാദാ വസഫക ദമ ഹാദാ وقد قذف هذا وأكل مال هذا
فيعطى من حسناته ثم طرح في النار. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണിത്. അബൂബക്കർ സ്വീകരിക്കട്ടെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ സ്വീകരിക്കണേ. നാളെ ആഖിറത്തിൽ നമ്മുടെ നോമ്പ് വെറുതെയായി പോകല്ലേ, നമ്മുടെ ഖുർആനോത്ത് വെറുതെയാകരുതേ, നമ്മുടെ ഹജ്ജും ഉംറയും സകാത്തും വെറുതെയാകരുതേ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്ന നമസ്കാരം വെറുതെയാകരുതേ. ത്യാഗം സഹിച്ച് ഒരുമിച്ച് കൂട്ടിയ പൈസയുമായി ഹജ്ജിന് പോവുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോയി ആ റൗളയുടെ മുന്നിൽ നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കുമാ യാ ഖലീഫത്തൈ റസൂലില്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് മനസ്സിന് ശാന്തി തേടിയ നാം അതെല്ലാം നമ്മൾ വെറുതെയായി പോകരുതേ. ഇവർ ഈ നന്മകളുമായി ആഖിറത്തിലേക്ക് വരുമ്പോ ഒരു കൂട്ടരോടി വന്നിട്ട് റബ്ബിനോട് പറയുകയാണ്, പടച്ചവനെ ഇവനെ നീ സ്വർഗത്തിലേക്ക് അയക്കുകയാണോ അല്ലാഹുവേ? വഖദ് ഖദഫ ഹാദാ, ഞാൻ പർദ്ദ ധരിച്ചുകൊണ്ട് റോഡിലൂടെ നടക്കുമ്പോ എന്നെ അപരാധം പറഞ്ഞവനാണ് അല്ലാഹ്, എനിക്കെതിരെ അപരാധവാദവുമായി നടന്നവനാണ് അല്ലാഹ്. ഇവന്റെ പണത്തിന്റെ തിമിറ് കാരണം, പണത്തിന്റെ പവർ കാരണം അവനെതിരെ ചൂണ്ടാണി വിരൽ ഉയർത്താൻ എനിക്ക് കഴിഞ്ഞില്ല പടച്ചവനെ. അതുകൊണ്ട് നീ നീതിമാനാണ് അല്ലാഹ്. എന്നെ അപരാധം പറഞ്ഞപ്പോ ഞാൻ നിന്നിലേക്ക് സർവ്വതും സമർപ്പിച്ചു പടച്ചവനെ. ഈ ആഖിറത്തിൽ എനിക്കതിന് പരിഹാരം കാണുമെന്ന് ഉറപ്പുണ്ട് അല്ലാഹ്. ആദിലായ റബ്ബേ, നീതിമാനായ റബ്ബേ, ഈ സമയത്ത് നീ എനിക്ക് പരിഹാരം വാങ്ങി തരണമേ റബ്ബേ എന്ന് പറയുമ്പോ ഈ അമലുകളുമായി വന്നവന്റെ അമലുകൾ എടുത്തിട്ട് അല്ലാഹു ചോദിക്കും, ഇവന്റെ ഈ ആവലാതി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണേ, ഇത് ശരിയാണോ, ഇവൻ പറയുന്നത് ശരിയാണോ, ഇതിൽ വല്ല ന്യായമുണ്ടോ എന്ന് നോക്കണമേ എന്ന് പറയുമ്പോ അല്ലാഹുവേ, അല്ലാഹുവേ, ഇവൻ സാധുവാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ്, പള്ളിയിൽ വന്ന് അപരാധം പറഞ്ഞവനാണ്, ചായ കുടിച്ചുകൊണ്ട് കടയുടെ പീടികയുടെ തിണ്ണയിലിരുന്നിട്ട് അപരാധം പറഞ്ഞവനാണ്, മറ്റൊരാളോട് ഫോണിലൂടെ അപരാധം പറഞ്ഞവനാണ്, വിദേശത്ത് ജോലിക്ക് പോയപ്പോ അപരാധം പറഞ്ഞവനാണ്, ഒരാണിനെ കുറിച്ചാകട്ടെ, ഒരു പെണ്ണിനെ കുറിച്ചാകട്ടെ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാകട്ടെ, ഒരു യുവതിയെ കുറിച്ചാകട്ടെ, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാകട്ടെ, മരിച്ചവരെ കുറിച്ചാകട്ടെ, നീ അറിയാതെ അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാഹി 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 തമ്പുരാനെ തന്നെയാണ് സത്യം, ഈ അമൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏതൊരു വ്യക്തിക്കെതിരെയാണോ നീ അപരാധം പറഞ്ഞത് ആ വ്യക്തിക്ക് അല്ലാഹു വാങ്ങി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഫയുഅതാ മിൻ ഹസനാതിഹി, അവന്റെ നന്മകൾ വാങ്ങി ആ സാധുവായ മനുഷ്യനോ സാധുവായ ആണിനോ സാധുവായ പെണ്ണിനോ കൊടുക്കുമ്പോ ഇവന്റെ അമലുകൾ ഒന്നുമില്ല, ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായ അമലുകളാണ്. സുമ്മ തുരിഹ ഫിന്നാർ. ഇത്രത്തോളം നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയും ഇബാദത്തുമായി പോയ ഈ മനുഷ്യരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തള്ളിയിടുന്നത് ഭയങ്കരമായ അഹങ്കാരികൾക്ക് വേണ്ടി, അധർമ്മകാരികൾക്ക് വേണ്ടി, ഗുണംകെട്ട പരാജിതർക്ക് വേണ്ടി ഒരുക്കി വെച്ച നരക കൊട്ടാരത്തിലേക്ക് ഈ നമസ്കാരവും നോമ്പും സക്കാത്തുമായി പോയ മനുഷ്യനെ നാളെ തള്ളിയിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്, മുത്തായ വാക്കാണ്. ഒന്നുമില്ലാതെ അവൻ നാളെ നരകത്തിൽ കിടക്കേണ്ടി വരും സഹോദര. ഇവനാണ് മുഫ്ലിസ്, ഇവനാണ് ഒന്നുമില്ലാത്തവൻ. നബിയുനാ റസൂലുള്ളാഹി ഇവനാണ് ഒന്നുമില്ലാത്തവൻ. BPL, ഒറിജിനൽ BPL അതാണ്. ഇവിടെ നമുക്ക് BPL ഇല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് BPL ആക്കാൻ പറ്റും. പാസ്പോർട്ടിൽ ECNR ഇല്ലെങ്കിൽ പോലീസ് കൊടുത്തിട്ട് ECNR അടിക്കും, അല്ലെങ്കിൽ കാസർഗോഡ് എംബസി എന്തെങ്കിലും അടിച്ചു കിട്ടും. ഇതൊക്കെ സ്വാഭാവികം. ഇവിടെ നമുക്ക് എല്ലാം ഓക്കെ, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ലാതാവരുത്. അപ്പൊ ഇവിടുന്ന് ഒരാളെ കുറിച്ച് അനാവശ്യ അപരാധമൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയാൽ മുഫ്ലിസ് ഒന്നുമില്ല. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞിട്ട് അവർക്ക് ശേഷം വന്നവരെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.